വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ഓണം എപ്പിസോഡ് ആൻഡ് ഓണം സെലിബ്രേഷൻസ്, ഉപ്പുമുളകും താരങ്ങളുടെ ഓണം സെലിബ്രേഷൻ സ്പെഷ്യലായി പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. മാത്രമല്ല ഉപ്പുമുളകും സ്പെഷ്യൽ എപ്പിസോഡ്, ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ ആരൊക്കെ ഗസ്റ്റ് എൻട്രീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന രീതിക്കും നമ്മളിന്ന് സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഓണം എപ്പിസോഡ് എപ്പോഴാണ് വരിക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ശനിയാഴ്ച ഉത്രാട ദിവസം ഉച്ചയ്ക്കായിരിക്കും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുക. യൂട്യൂബ് റിലീസ് നോർമലായിട്ട് 7:30 ഇടത്തില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഏതായാലും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിരിക്കും. ലാസ്റ്റ് ഇയർ 2:30 തൊട്ട് 3:30 വരെ ആ ഒരു ടൈം പീരീഡിലായിരുന്നു ഉപ്പുമുളകിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ടി വിയിൽ റിലീസായിട്ടുണ്ടായിരുന്നത്. അതും ഉത്രാട ദിവസത്തിലായിരുന്നു. ഓൾമോസ്റ്റ് 2 എപ്പിസോഡുകളായിട്ടാണ് ഉപ്പുമുളകും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് വരിക. ടി വിയിലിടുമ്പോൾ 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു എപ്പിസോഡായിട്ടും യൂട്യൂബിൽ വരുമ്പോൾ 2 എപ്പിസോഡ്, പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് 2 എപ്പിസോഡ് കൂടെ ആയിരിക്കും ഈ ഒരു എപ്പിസോഡ് വരാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷൻസ് ആയിരുന്നു, ഈ ഒരു എപ്പിസോഡ് എവിടെ വെച്ചായിരിക്കും നടക്കുക. അതായത് പടവലത്ത് വെച്ചിട്ടാണോ, നെയ്യാറ്റിൻകര വെച്ചിട്ടാണോ, അതോ പാറമട വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഈ ഒരു സെലിബ്രേഷൻ എപ്പിസോഡ് ഉണ്ടാവുക എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ ഫിക്സ് ആയിരിക്കുകയാണ്. ഓണം സ്പെഷ്യൽ എപ്പിസോഡ് പടവലം വീട്ടിൽ വെച്ചിട്ടാണ്. ആസ് യൂഷ്വൽ എല്ലാ ഓണവും പോലെ ഈ ഓണവും പടവലം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് വരാൻ പോകുന്നതും. അതിൻ്റെ ഷൂട്ടിങ്ങും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ഷൂട്ടിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ആരുടെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരത്തെ ഫുൾ ഫാമിലിയുടെയും ഗസ്റ്റ് അപ്പിയറൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നത് സിദ്ധു വരുമോ എന്ന് അറിയാനാണ്. സിദ്ധു ഇതുവരെ ഷൂട്ടിങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല. ചിലപ്പോൾ വലിയൊരു ക്യാമിയോ പോലെ എന്തെങ്കിലും വരാൻ ചാൻസസ് ഉണ്ട്. ഈ ഒരു ഉത്രാട ദിവസത്തിൽ തന്നെ നമുക്ക് ഉപ്പുമുളകിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് കാണാൻ സാധിക്കും. ഉപ്പുമുളക് മാത്രമല്ല ബാക്കി എല്ലാ സിറ്റ്കോം സീരിയലുകളുടെയും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഉത്രാട ദിവസത്തിൽ തന്നെയായിരിക്കും ഫ്ലവേഴ്സ് ചാനലിൽ വരാൻ പോകുന്നത്. പിന്നെ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളുടെ വേറെ വല്ല ഓണം സ്പെഷ്യലായിട്ടുള്ള പരിപാടികളുണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ ഓണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വരുന്നുണ്ട്. അതിൽ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഫ്ലവേഴ്സിലെ എല്ലാ സിറ്റ്കോം സീരിയൽ ആർട്ടിസ്റ്റുകളും ചേർന്നിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ എപ്പിസോഡായിട്ട് ഒരു പരിപാടി വരുന്നുണ്ട്. അതിൻ്റെ പ്രൊമോ കാര്യങ്ങളൊക്കെ റിലീസായിട്ടുണ്ടായിരുന്നു. പോയ ഓണത്തിന് ആരൊക്കെ ഉണ്ടായിരുന്നു, അവരിൽ ആരൊക്കെ ഈ ഓണത്തിന് ഉണ്ടാവില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാം രാംകുമാർ, ഹൈമോദി, ദി എന്നീ 3 കഥാപാത്രം കഴിഞ്ഞ ഓണത്തിനുണ്ടായിരുന്നു. അവരിപ്പോൾ സീസൺ 3 തന്നെയില്ല. അപ്പോൾ അത് അവരുണ്ടാവില്ല. പകരം ആരൊക്കെയാണ് വരാൻ പോകുന്നത് വെച്ചാൽ ചിലപ്പോൾ കൺമണി എന്നൊരു കഥാപാത്രം ഈ ഒരു ഓണത്തിനും കൂടി ജോയിൻ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ആഡ് ഓൺ ഉപ്പുമുളകിൻ്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ 2023-24 തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും ഓണം സ്പെഷ്യൽ എപ്പിസോഡ് കളറാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിപൊളി പരിപാടികൾ തന്നെയാണ് ഫ്ലവേഴ്സ് ചാനൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ചാനൽസിൽ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകൾ ഓണം സ്പെഷ്യൽ പരിപാടിക്കൊക്കെ വരുമോ എന്ന് വെച്ചാൽ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ കൊല്ലം അതുപോലെ നീലയൊക്കെ വേറൊരു ബിഹൈൻഡ് വുഡ്സ് എന്നൊരു ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ശിവാനി ഇപ്പോൾ വേറൊരു സ്വകാര്യ ചാനലിന് വേണ്ടിയിട്ട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ചാനലിലും ഇവരുടെ പരിപാടിയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഏതായാലും നിങ്ങൾ ഓണപ്പരിപാടികൾ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.